ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സത്യജിത് റായുടെ പ്രോജക്റ്റ് ടൈഗർ എന്നൊരു ഓർമ്മക്കുറിപ്പാണ്. ഈ ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹം മെയിനായിട്ട് പറയുന്നത് ഒരു ടൈഗറിനെ വെച്ചിട്ടുള്ള ഒരു സീൻ അദ്ദേഹം എങ്ങനെയാണ് ഒരു സിനിമയിൽ ഷൂട്ട് ചെയ്തത്, അതിൻ്റെ എക്സ്പീരിയൻസസ് ആണ് അദ്ദേഹം ഇതിൽ ഷെയർ ചെയ്യുന്നത്. നമുക്ക് ഓഥറിൻ്റെ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. Satyajit Ray was an Indian filmmaker. Ray was drawn into independent filmmaking after meeting French filmmaker Jean Renoir and viewing Vittorio De Sica's Italian neo-realist 1948 film Bicycle Thieves. Ray directed 36 films, including feature films, documentaries, and short films. He was also a fiction writer, publisher, illustrator, calligrapher, music composer, and film critic. He has also authored several short stories and novels. അപ്പോൾ സത്യജിത് റായിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസാണ് ഈ ബയോഗ്രഫിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അദ്ദേഹത്തിൻ്റെ 36 ഫിലിംസിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം കുറേ ഡോക്യുമെൻ്ററീസും ഷോർട്ട് ഫിലിംസും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു റൈറ്ററും പബ്ലിഷറും മ്യൂസിക് കമ്പോസറും ക്രിട്ടിക്കൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും നമ്മൾ ഇതൊക്കെ ഓർത്തിരിക്കുക. നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കടക്കാം. നോ വൺ ക്യാൻ ബീറ്റ് ഹോളിവുഡ് വെൻ ഇറ്റ് കംസ് ടു മേക്കിംഗ് ഫിലിംസ് വിത്ത് ആനിമൽസ് ഇൻ ദം. അതായത് മൃഗങ്ങളെ വെച്ച് സിനിമ ചെയ്യുന്നതിൽ ഹോളിവുഡിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നാണ് പറയുന്നത്. ഐ റിമെമ്പർ ഫിലിംസ് ഇൻ മൈ ചൈൽഡ്ഹുഡ് ആൻഡ് ദർ വർ ക്വയറ്റ് എ ഫ്യൂ ഓഫ് ദം ദാറ്റ് ഹാഡ് ആൻ അൽസേഷ്യൻ കോൾഡ് റിൻ ടിൻ ടിൻ. അപ്പോൾ ഇദ്ദേഹം മൃഗങ്ങളെ വെച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തിലെ സിനിമകളൊക്കെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് റിൻ ടിൻ ടിൻ എന്ന് പറഞ്ഞൊരു അൽസേഷ്യൻ ഡോഗിനെ വച്ച് ചിത്രീകരിച്ച സിനിമകളാണ്. ദിസ് ഡോഗ്സ് ആക്ടിങ് വാസ് മോർ ഇംപ്രസീവ് ദാൻ എ ഹ്യൂമൻസ്. അതായത് ഈ ഡോഗിൻ്റെ ആക്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആക്ടിങ്ങിനേക്കാൾ ഭയങ്കര ഇംപ്രസീവായിരുന്നു, നല്ല ആക്ടിങ് ആയിരുന്നു. ലേറ്റർ വി ഗോട്ട് ടു സീ 3 or 4 അതർ ഫിലിംസ് വിത്ത് എ കോളി കോൾഡ് ലാസി. പിന്നെ ഞങ്ങൾ കണ്ടിട്ടുള്ളത് കുറച്ച് 3-4 സിനിമകളാണ്. കോളി എന്ന് പറഞ്ഞാൽ ആടുകളെയൊക്കെ നോക്കാൻ ഏൽപ്പിക്കുന്ന ഒരു തരം നായയാണ്. ആ നായയുടെ പേരാണ് ലാസി. ആ ലാസി എന്ന് പറഞ്ഞ ഒരു നായയെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു 3-4 ഫിലിംസാണ് പിന്നെ നമുക്ക് ഓർമ്മയുള്ളൂ. ഇറ്റ് സീം ദാറ്റ് ദ ഡയറക്ടർ കുഡ് മേക്ക് ലാസി ഡു ജസ്റ്റ് അബൌട്ട് എനിത്തിങ്. അതായത് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ ഡയറക്ടറിന് ലാസിനെ കൊണ്ട് എന്തും ചെയ്യിക്കാൻ പറ്റും എന്നാണ് നമുക്ക് തോന്നുന്നത്. ദീസ് ട്രെയിൻഡ് ഡോഗ്സ് വെയർ ഫേമസ് സ്റ്റാർസ് ഇൻ ദിയർ ഓൺ റൈറ്റ്സ്. അതായത് ഈ ട്രെയിൻഡ് ഡോഗ്സ് എന്ന് പറയുന്നത് അവർ ഫേമസ് സ്റ്റാർസിനെ പോലെ തന്നെയായിരുന്നു. ആൻഡ് ദ മണി ദ ഏൺ വാസ് നോ ലെസ് ദാൻ വാട്ട് എ റിയൽ ഫിലിം സ്റ്റാർ ഗോട്ട്. അവർക്ക് കിട്ടുന്ന ഏണിങ്സോ അതും ഈ ശരിക്കുള്ളൊരു ഫിലിം സ്റ്റാറിന് കിട്ടുന്ന ഏണിങ്സിൻ്റെ അത്രയും തന്നെ ഉണ്ടായിരുന്നു, അതിലൊട്ടും കുറവല്ലായിരുന്നു എന്ന്. Their owners could easily make as much as 100,000 rupees from just one film. അതായത് ഇവരുടെ ഓണേഴ്സിൽ, ഈ ഡോഗ്സിൻ്റെയൊക്കെ ഓണേഴ്സിന് ഒരു ഫിലിം തന്നെ ഏകദേശം ഒരു 100,000 റുപ്പീസൊക്കെ കിട്ടുന്നു. I realized how reverently these animal actors were treated when I happened to see the shooting of a film 20 years ago in Disney Studio in Hollywood. അപ്പോൾ റെവറൻ്റ്ലി എന്ന് പറഞ്ഞാൽ ആദരവോടെ എന്നുള്ള അർത്ഥമാണ്. അപ്പം ഞാൻ ഓർക്കുന്നത് ഇങ്ങനെ എത്ര ആദരവോടു കൂടിയാണ് ഈ ആനിമൽ ആക്ടേഴ്സിനെ ഒക്കെ ട്രീറ്റ് ചെയ്തിരുന്നതെന്ന്. അതായത് ഇദ്ദേഹം ഈ ഡിസ്നി സ്റ്റുഡിയോയിൽ, ഹോളിവുഡിലെ ഡിസ്നി സ്റ്റുഡിയോയിൽ 20 വർഷം മുമ്പ് ഒരു ഷൂട്ടിംഗ് കണ്ടു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഈ ആനിമൽ ആക്ടേഴ്സിനെയൊക്കെ എത്ര ആദരവോടു കൂടിയാണ് കാണുന്നതെന്ന്. ദ മെയിൻ ക്യാരക്ടർ ഇൻ ദിസ് ഫിലിം വാസ് എ ലാർജ് ഡോഗ്. ഈ ഫിലിമിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു വലിയ ഡോഗായിരുന്നു. ഐ റീച്ച് ദ സ്റ്റുഡിയോ ടു ഫൈൻഡ് ദാറ്റ് ദ ഷൂട്ടിംഗ് ഹാഡ് നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം ഞാൻ സ്റ്റുഡിയോയിലെത്തിയപ്പോൾ ഈ ഷൂട്ടിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. ദ ക്യാമറാമാൻ വാസ് ഗെറ്റിംഗ് ദ ലൈറ്റ്സ് റെഡി. ക്യാമറാമാൻ ലൈറ്റിംഗ് ഒക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇറ്റ് ഈസ് കസ്റ്റമറി ഫോർ ആക്ടേഴ്സ് ടു ബി പ്രസൻറ്റ് വെൻ ദ ലൈറ്റ്സ് ആർ അറേഞ്ച്ഡ്. കസ്റ്റമറി എന്ന് പറഞ്ഞാൽ കീഴ്നടപ്പായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. ഫോർ ആക്ടേഴ്സ് ടു ബി പ്രസൻറ്റ് വെൻ ദ ലൈറ്റ്സ് ആർ അറേഞ്ച്. ഈ ലൈറ്റ്സൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ആക്ടേഴ്സ് ഉണ്ടാവുക എന്നുള്ളത് ഒരു കീഴ്വഴക്കാണ്. ഫോർ ദേ ഹാവ് ടു ഷോ ദ ക്യാമറാമാൻ ഹൗ ദേ വിൽ വാക്ക് ഓർ വെയർ ദ വിൽ സ്റ്റാൻഡ് ഇൻ എ പെർട്ടിക്കുലർ ഷോട്ട്. അതായത് ഇവർ എന്തിനാണ് ഇവിടെ നിൽക്കണമെന്ന് വെച്ചാൽ ഇവർക്ക് ക്യാമറമാന് പറഞ്ഞു കൊടുക്കണം അവരെങ്ങനെ നടക്കും, എവിടെ നിൽക്കും എന്നൊക്കെ, ഓരോ ഷോട്ടിലും എന്തൊക്കെ ചെയ്യും എന്നുള്ളത്, എവിടെ നിന്നാണ് ചെയ്യണമെന്നൊക്കെ ക്യാമറമാന് പറയണം. അതുകൊണ്ട് തന്നെ ഈ ലൈറ്റിംഗ് ശരിയാക്കുന്ന സമയത്ത് ഇവരും ആക്ടേഴ്സും അവിടെ ഉണ്ടാവണം. ഇൻ ദ കേസ് ഓഫ് വെരി ഫേമസ് സ്റ്റാർസ് ദിസ് ജോബ് ഇസ് ഡൺ ബൈ ദെയർ സ്റ്റാൻഡ് ഇൻസ്.
അതായത് ഫേമസ് സ്റ്റാർസിൻ്റെയൊക്കെ കാര്യത്തിൽ ഇതൊക്കെ ചെയ്തിരുന്നത് അവരുടെ പകരക്കാരനെ വെച്ചിട്ടാണ് അവരിതൊക്കെ ചെയ്യിക്കുന്നത്. എ സ്റ്റാൻഡിൻ ഈസ് യൂഷ്വലി എ പേഴ്സൺ ഹു ഈസ് ഫിസിക്കലി സിമിലർ ടു ദ റിയൽ സ്റ്റാർ. അപ്പോൾ ഈ പകരക്കാരൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ശരിക്കുള്ള സ്റ്റാറിനെ പോലെ തന്നെയുള്ള ശാരീരിക പ്രകൃതിയുള്ള ഒരാളായിരിക്കും. ദ സ്റ്റാർസ് ദംസെൽസ് അറൈവ് ഓൺലി വെൻ ദ ലൈറ്റ്സ് ആർ റെഡി ആൻഡ് ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് എ ഷോട്ട്. അപ്പോൾ ഈ സ്റ്റാർസൊക്കെ വന്നത് എപ്പോഴെന്ന് വെച്ചാൽ ഈ ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് ഒരു ഷോട്ട് എടുക്കാൻ സമയത്ത് മാത്രമാണ് ഈ സ്റ്റാർസ് വരുള്ളൂ. അതിനു മുമ്പ് ഈ പകരക്കാരാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഹിയർ ഇൻ ഡിസ്നി സ്റ്റുഡിയോ ഐ നോട്ടീസ് ദാറ്റ് എ ഫ്യൂ ആക്ടേഴ്സ് വെയർ മൂവിങ് അബൌട്ട് ഇൻ ദ സെറ്റ് ആൻഡ് ഓൺ വൺ സൈഡ് സ്റ്റാൻഡിങ് ക്വയറ്റ്ലി വാസ് ദ പ്രോട്ടഗണിസ്റ്റ്, ദ സെയിം ലാർജ് ഡോഗ്. അപ്പോൾ ഈ ഡിസ്നി സ്റ്റുഡിയോയിൽ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ആക്ടേഴ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സെറ്റിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സൈഡിൽ ആരാ നിൽക്കുന്നത്, പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിൽ റിയൽ ഹീറോ എന്നാണ് പറയുന്നത്. അതാരാ, ആ ലാർജ് ഡോഗാണ് അല്ലേ. ആ വലിയ ഡോഗ് ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആക്ടേഴ്സൊക്കെ അതിൽ സെറ്റിലൂടെയൊക്കെ നടക്കണുണ്ട്. ദ ക്യാമറാമാൻ ഷൗട്ടഡ് ടു എവ്രി വൺ ടു ടേക്ക് ദെയർ പൊസിഷൻസ് ബട്ട് ദ ഡോഗ് റിമെയിൻഡ് വെയർ ഇറ്റ് വാസ്. അപ്പോൾ ക്യാമറാമാൻ എല്ലാവരുടെ പറഞ്ഞു നിങ്ങളെ പൊസിഷനിലൊക്കെ പോയി നിൽക്ക്, ലൈറ്റിംഗ് ഒക്കെ ശരിയാക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഡോഗ് എന്ത് ചെയ്തു, ഡോഗ് എങ്ങും പോയില്ല, അവരൊക്കെ പോയി, ഡോഗ് അവിടെ തന്നെ നിന്നു. ദിസ് പസിൽഡ് മീ. അപ്പോൾ എനിക്കാകെ കൺഫ്യൂഷനായി. കുഡ് ഇറ്റ് ബി ദാറ്റ് ഇറ്റ് വാസ് നോട്ട് റിക്വയർഡ് ഇൻ ദ നെക്സ്റ്റ് ഷോട്ട്? അപ്പോൾ ഇതിന് ചിലപ്പോൾ ഈ ഷോട്ടിൽ ഇത് ഉണ്ടാവില്ലായിരിക്കും, ഷൂട്ടിങ് ഉണ്ടാവില്ലായിരിക്കും, ആക്ട് ചെയ്യേണ്ടായിരിക്കും, അടുത്ത ഷോട്ടിൽ ആക്ട് ചെയ്യേണ്ട വരുന്നതുകൊണ്ടായിരിക്കും ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഷോട്ടിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഈ ഡോഗ് ഇവിടെ തന്നെ നിൽക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. ബിഫോർ ഐ കുഡ് ആസ്ക് സംവൺ എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻഡ്. അപ്പോൾ ഞാൻ ഓർത്തിത് എന്താ കാര്യം എന്ന് ആരോടും ചോദിക്കാമെന്ന് ഓർത്തപ്പോഴത്തേക്കും ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഫ്രം നോ വെയർ അപ്പിയർഡ് എ ലിറ്റിൽ ഡ്വാഫ്. ഡ്വാഫ് എന്ന് പറഞ്ഞാൽ ആരാ, കുള്ളൻ. എവിടുന്നോ ഒരു ചെറിയൊരു കുള്ളൻ വന്നു. ഫോളോഡ് ബൈ അനദർ മാൻ. അതിൻ്റെ പുറകെ വേറൊരാളുണ്ട്. ക്യാരിയിങ് എ ഹെയറി ഡോഗ് സ്കിൻ. അയാളുടെ കയ്യിലെന്താ, ഈ ഡോഗിൻ്റെ പൂടെയൊക്കെ ഉള്ള ഒരു സ്കിന്നാണ് അയാളുടെ കയ്യിൽ. അപ്പോൾ ഒരു കുള്ളനും അതിൻ്റെ പുറകിൽ ഒരാളും വരാണ് ഈ ഡോഗ് സ്കിന്നൊക്കെ പിടിച്ചിട്ട്. ദെൻ ടു മൈ പെർഫെക്റ്റ് അമേസ്മെൻറ്റ്, അപ്പോൾ എനിക്ക് ആകെ അത്ഭുതമായി. ദ ഡോഗ് വെൻ ഡൗൺ ഓൺ ഓൾ ദ ഫോഴ്സ് ഓൺ എ ചോക്ക് മാർക്ക് ഓൺ ദ ഫ്ലോർ. അപ്പോൾ ഈ ഫ്ലോറിൽ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡോഫ്, ഈ കുള്ളൻ എന്ത് ചെയ്തു, 4 കാലിൽ, അതായത് മുട്ടുകുത്തി നിൽക്കുകയാണ് ഈ ചോക്ക് മാർക്കിൽ, അങ്ങനെ നടക്കുകയാണ്. ജസ്റ്റ് ലൈക്ക് ആൻ ആനിമൽ, ഒരു ആനിമലിനെ പോലെ തന്നെ നടക്കണം. ആൻഡ് ദ ഡോഗ് സ്കിൻ വാസ് ഡ്രേപ്ഡ് ഓവർ ഹിം. ഡ്രേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ചുറ്റുക. അപ്പോൾ ഈ ഡോഗ് സ്കിന്നൊക്കെ ഇദ്ദേഹത്തിൻ്റെ മേത്ത് ഇങ്ങനെ ചുറ്റിയിട്ട് ഇദ്ദേഹം 4 കാലിൽ ഇങ്ങനെ നടക്കുകയാണ്. ദെൻ ഹി ക്രോൾ ഫ്രം വൺ മാർക്ക് ടു അനദർ ആൻഡ് ദ ക്യാമറാമാൻ ഗോട്ട് ബിസി വിത്ത് ദ ലൈറ്റ്സ്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ക്രോൾ ചെയ്തു, ഇഴഞ്ഞു. ഫ്രം വൺ മാർക്ക് ടു അനദർ, ഈ ചോക്ക് മാർക്കില്ലേ, ഒരു ചോക്ക് മാർക്കിൽ നിന്ന് മറ്റു ചോക്ക് മാർക്കിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക. ആൻഡ് ദ ക്യാമറാമാൻ ഗോട്ട് ബിസി വിത്ത് ദ ലൈറ്റ്സ്. അപ്പോൾ ക്യാമറാമാൻ ലൈറ്റൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇറ്റ് ഫൈനലി ഡോൺഡ് അപ്പോൺ മീ ദാറ്റ് ദിസ് ഡോഫ് വാസ് പെയ്ഡ് ടു ബി ദ ഡോഗ് സ്റ്റാൻഡിൻ. ഡോൺഡ് അപ്പോൺ മീ എന്ന് പറഞ്ഞാൽ എന്താ, പിന്നീടാണ് എനിക്ക് ബോധ്യപ്പെട്ടതെന്നാണ്. അപ്പോൾ എനിക്ക് പിന്നീടാണ് മനസ്സിലായത് എന്താ, ഈ കുള്ളൻ എന്ന് പറഞ്ഞത് ആരാ, ഈ ഡോഗിൻ്റെ പകരക്കാരനായിട്ട് പേ ചെയ്ത് കൊണ്ടുവന്ന ആളാണെന്ന്, പകരക്കാരനായിട്ട് കൊണ്ടുവന്നേക്കുന്ന ആളാണ് ഈ കുള്ളൻ. എവറി ആനിമൽ ഇൻ എ ഹോളിവുഡ് ഫിലിം ഇസ് വെൽ ട്രെയിൻഡ്. ഹോളിവുഡ് ഫിലിമിലുള്ള എല്ലാ ആനിമൽസും നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ട്രെയിൻ എ ഹോഴ്സ് ഓർ എ ഡോഗ്. അല്ലേ, ഡോഗിനെ ഹോഴ്സിനെയൊന്നും ട്രെയിൻ ചെയ്യാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബട്ട് ഹാവ് യു എവർ ഹേർഡ് ഓഫ് ട്രെയിൻഡ് റേവൻസ്? റേവൻസ് എന്ന് പറഞ്ഞ ഒരിനം കാക്കയാണ്. അപ്പം നിങ്ങൾ എങ്ങനെ, ഈ റേവൻ നമ്മുടെ ഇവിടെയൊന്നും ഇല്ല, ഒരു കാക്കേനെ പോലത്തെ തന്നെ ജീവിയാണ്. അപ്പോൾ നിങ്ങളെപ്പോഴും എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ട്രെയിൻഡ് റേവൻസിനെ പറ്റി എന്നാണ് ചോദിക്കുന്നത്. നോട്ട് ജസ്റ്റ് 1 or 2 ബട്ട് നിയർലി 100 ഓഫ് ദം. 1, 2 ഒന്നുമല്ല, 100 കണക്കിന് ഈ റേവൻസിനെ ട്രെയിൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈവൻ ദിസ് വാസ് മെയ്ഡ് പോസിബിൾ ഇൻ ഹോളിവുഡ് വെൻ ദ ക്രിയേറ്റർ ഓഫ് സം ഓഫ് ദ ബെസ്റ്റ് സസ്പെൻസ് ഫിലിംസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സിനിമ, ആൽഫ്രഡ് ഹിച്ചോക്ക്, ഡിസൈഡഡ് ടു മേക്ക് എ ഫിലിം കോൾഡ് ബേർഡ്സ്. പക്ഷേ ഇതും ഹോളിവുഡിൽ ചെയ്തിട്ടുണ്ട്. ആരാ ചെയ്തത്? ആൽഫ്രഡ് ഹിച്ചോക്ക് എന്ന് പറഞ്ഞ ഒരു ഫിലിം മേക്കർ. അദ്ദേഹത്തിൻ്റെ ബേർഡ്സ് എന്ന് പറഞ്ഞ ഫിലിം ഷൂട്ട് ചെയ്യാൻ നേരത്ത് 100 കണക്കിന് റേവൻസിനെ ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇൻ ദ സ്റ്റോറി ബേർഡ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് സ്റ്റാർട്ട് അറ്റാക്കിങ് ഹ്യൂമൻസ്. അതായത് ഈ സ്റ്റോറിയിൽ, ഈ സിനിമയുടെ ബേർഡ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ കഥ എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്തുള്ള പക്ഷികളെല്ലാം കൂടി വന്നിട്ട് മനുഷ്യനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ കഥ.
Hitchcock needed a variety of birds, but what was required in the largest number was ravens. അദ്ദേഹത്തിന് പല വെറൈറ്റി പക്ഷികൾ ആവശ്യമുണ്ടായിരുന്നു, പക്ഷേ ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത് റേവൻസിനെ ആയിരുന്നു. കൂടുതൽ റേവൻസിനെയാണ് കിട്ടേണ്ടിയിരുന്നത്. നോട്ടീസസ് were placed in the press all over the United States asking people to contact the filmmaker if they knew how to get hold of trained ravens. അതായത് ഈ പ്രസ്സിൽ US-ലെ പത്രങ്ങളിലൊക്കെ പരസ്യം കൊടുത്തു. എന്തിനാ? ട്രെയിൻഡ് റേവൻസിനെ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അറിയിക്കണം എന്നും പറഞ്ഞിട്ട് പത്രങ്ങളിലൊക്കെ പരസ്യം കൊടുത്തു. Someone replied within a few days. അതായത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ആരോ ഇതിനൊക്കെ മറുപടി അയച്ചു. He was asked to bring his birds and he arrived with almost 100 trained ravens. അപ്പോൾ അദ്ദേഹത്തിന് എന്തായാലും നിങ്ങളുടെ ബേർഡ്സിനെയൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നു? ഏകദേശം ഒരു 100 കണക്കിന് ട്രെയിൻഡ് റേവൻസിനെ അദ്ദേഹം കൊണ്ടുവന്നു. Admittedly, their training had not gone very bad. That is to say, they could not do anything that might be seen as extraordinary. അഡ്മിറ്റഡ്ലി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് അത്ര ബാഡൊന്നും അല്ലായിരുന്നു. നല്ല ട്രെയിനിങ് തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ടു സേ ദേ കുഡ് നോട്ട് ഡു എനിത്തിങ് ദാറ്റ് മൈറ്റ് ബി സീൻ ആസ് എക്സ്ട്രാ ഓർഡിനറി. പക്ഷെ അവർക്ക് അത്ര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല. But if as many as 50 ravens are told to perch quietly in a row on a specified spot, and if they obey this command instantly, isn't that pretty impressive? ഇവിടെ പേർച്ച് എന്ന് പറഞ്ഞാൽ ചേക്കേറുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 50 റേവൻസിൻ്റെ ഒക്കെ അടുത്ത് ഒരു റോയിലൊക്കെ ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞാൽ അവരങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ ഇമ്പ്രസീവ് ആയിരിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവർക്ക് വലിയ നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇവർക്ക് അസാധാരണമായിട്ടൊന്നും അത്ര ഇതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും 50 റേവൻസിനോടൊക്കെ ഒരു റോയിൽ വന്ന് നിൽക്കാനൊക്കെ പറഞ്ഞാൽ അവരത് ചെയ്യുകയാണെങ്കിൽ അത് വലിയ ഇമ്പ്രസീവ് ആയിരിക്കില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. Needless to say, in our own country, it is not at all easy to find trained animals. അതായത് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള ട്രെയിൻഡ് ആനിമൽസിനെയൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് പറയാണ്ട് തന്നെ അറിയാം. Although some films have been made in Bombay and Madras that involved working with elephants, horses and tigers. എന്നാലും ബോംബെയിലും മദ്രാസിലൊക്കെ ഈ എലഫൻസിനെ, ഹോഴ്സസിനെ, ടൈഗേഴ്സിനെയൊക്കെ ഇൻവോൾവ് ചെയ്തിട്ട് കുറച്ച് ഫിലിംസൊക്കെ ചെയ്തിട്ടുണ്ട്. ദ പെർഫോമൻസ് ഡിഡ് സജസ്റ്റ് ദാറ്റ് ദേ വെയർ യൂസ്ഡ് ടു ഒബേയിങ് കമാൻഡ്സ്. അവയുടെ പെർഫോമൻസൊക്കെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് നമ്മളെന്തെങ്കിലും കമാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ അവരതനുസരിക്കാൻ പാകത്തിന് അവരെ ട്രെയിൻ എടുത്തേക്കാണെന്ന് മനസ്സിലാവും. ഇൻ ബംഗാൾ ഇറ്റ് ഈസ് സംടൈംസ് പോസിബിൾ ടു ഫൈൻഡ് ക്ലവർ ഡോഗ്സ്. ബംഗാളിലാണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിയുള്ള ക്ലവറായിട്ടുള്ള ഡോഗ്സിനെയൊക്കെ കിട്ടും. പെർട്ടിക്കുലർലി പോലീസ് ഡോഗ്സ് വിച്ച് ആർ ക്വയറ്റ് ഇൻ്റലിജൻറ്റ്. പ്രത്യേകിച്ച് പോലീസ് ഡോഗ്സ് അവർ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇഫ് വൺ ഈസ് പ്രിപ്പയർഡ് ടു ബി പേഷ്യൻറ്റ് ഇറ്റ് ഈസ് നോട്ട് ഓൾ ടുഗെദർ ഇമ്പോസിബിൾ ടു ഗെറ്റ് ഗുഡ് പെർഫോമൻസസ് ഔട്ട് ഓഫ് ദം ആസ് വി മാനേജ് ടു ഡു വിത്ത് ബൂലോ ഇൻ പതേർ പാഞ്ചാലി. അതായത് നമുക്ക് നല്ല ക്ഷമയുണ്ടെങ്കിൽ അവരെ നന്നായിട്ട് പെർഫോം ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറയുന്നത്. അവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പതേർ പാഞ്ചാലി എന്ന് പറഞ്ഞ ഫിലിമിൽ ഭൂലോ എന്ന് പറഞ്ഞൊരു ഡോഗ് ഉണ്ട് ക്യാരക്ടറായിട്ട്. അപ്പോൾ അതിനെ പെർഫോം ചെയ്യിപ്പിച്ചെടുത്ത പോലെ തന്നെ നമുക്ക് കുറച്ച് ക്ഷമയോടുകൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് നല്ല പെർഫോമൻസസൊക്കെ കിട്ടും എന്ന് പറയുന്നത്. യെറ്റ് എ ഡോഗ് മൈറ്റ് ബി ഡിഫിക്കൾട്ട് നോട്ട് ഇമ്പോസിബിൾ ടു ഹാൻഡിൽ. എന്നാലും ഒരു ഡോഗ് നമുക്ക് അത്ര എളുപ്പമല്ല കൈകാര്യം ചെയ്യാൻ ഒരു ഡോഗിനെ എന്ന് പറയുന്നത്. വാട്ട് വാസ് വൺ സപ്പോസ് ടു ഡു ഇഫ് ദർ വാസ് നീഡ് ഫോർ എ ടൈഗർ ഇൻ എ ഫിലിം. പക്ഷെ നമുക്കൊരു ഫിലിമിൽ ഒരു ടൈഗറിനെ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറയുന്നത്. വി ഹാഡ് ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം ടു വെൻ വി വെയർ ഷൂട്ടിംഗ് ഗൂപ്പി ഗൈൻ ഭാഗ ഭൈൻ. അതായത് ഞങ്ങൾക്കും ഈ ഒരു പ്രോബ്ലം നേരിടേണ്ടി വന്നിട്ടുണ്ട്. എപ്പോഴാണെന്ന് വെച്ചാൽ ഗൂപ്പി ഗൈൻ ഭാഗ ഭൈൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഫിലിം ഷൂട്ട് ചെയ്തപ്പോൾ. ഇൻ ദ ഫിലിം ഗൂപ്പി വാസ് ബാനിഷ്ഡ് ബൈ ദ കിങ് വാണ്ടേഴ്സ് ഇൻ ദ ഫോറസ്റ്റ്. അതായത് രാജാവ് നാട് കടത്തിയ ഒരു ക്യാരക്ടറാണ് ഗൂപ്പി. അദ്ദേഹം എവിടെയാണ്? ഫോറസ്റ്റിൽ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്. മീറ്റ്സ് ബാഗ ഹു ഈസ് ഓൾസോ ബീൻ ബാനിഷ്ഡ്. അപ്പോൾ ഇവിടെ തന്നെ ബാനിഷ് ചെയ്ത, അതായത് നാട് കടത്തിയ വേറൊരു ക്യാരക്ടറുണ്ട് ബാഗ എന്ന് പറഞ്ഞാൽ. ഇവർ രണ്ടുപേരും കൂടി കണ്ടുമുട്ടാണ് ഫോറസ്റ്റിൽ. ദ സീ എ ടൈഗർ ആൻഡ് ഫ്രീസ്. അവർ രണ്ടുപേരും എന്തിനെ കണ്ടു? ഒരു ടൈഗറിനെ കണ്ട് പെട്ടെന്ന് ഭയങ്കര ഫ്രീസായി പോയി, മരവിച്ചു പോയി. ബട്ട് ദ ടൈഗർ സിംപ്ലി വാക്സ് out in the forest without paying them the slightest attention. അതായത് ഈ ടൈഗർ ഇവരെ ഒന്നും ശ്രദ്ധിക്കാണ്ട് ജസ്റ്റ് ഈ ഫോറസ്റ്റിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഹാവിങ് തോട്ട് ഓഫ് ദ സീൻ ഐ സിംപ്ലി ഹാഡ് ടു ഷൂട്ട് ഇറ്റ്.
അതായത് ഞാനിങ്ങനെ ഈ സീൻ ഓർത്തപ്പോൾ എന്തായാലും ഇതെനിക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരും ഈ ടൈഗർ ഇങ്ങനെ നടക്കണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ബട്ട് വെർ വർ വി ഗോയിങ് ടു ഫൈൻഡ് എ ടൈഗർ? പക്ഷെ നമുക്കിപ്പോൾ അവിടുന്ന് ഒരു ടൈഗറിനെ കിട്ടുന്നത്? ദ ഒബ്വിയസ് തിങ് ടു ഡു വാസ് ടു ലുക്ക് ഇൻ എ സർക്കസ് സിൻസ് ദേ വെയർ ലൈക്ലി ടു ഹാവ് ട്രെയിൻഡ് ആനിമൽസ്. അതായത് വ്യക്തമായ, ഒബ്വിയസ് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടുള്ള, അതായത് നമുക്കിപ്പോൾ ഇങ്ങനെയുള്ളൊരു ആനിമലിനെ, ട്രെയിൻഡ് ആനിമലിനെയൊക്കെ കിട്ടണമെങ്കിൽ എന്തായാലും സർക്കസിൽ ചെന്നാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ട്രെയിൻഡ് ആനിമലിനെയൊക്കെ കിട്ടുമെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. As a matter of fact, one called Bharat Circus was visiting Calcutta at the time, holding shows in Marcus Square. എന്തായാലും ആ സമയത്ത് ഒരു ഭാരത് സർക്കസ് എന്ന് പറഞ്ഞൊരു ടീം കൽക്കത്തയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ മാർക്കസ് സ്ക്വയറിൽ ഈ സർക്കസ് ഷോയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. വി സെൻഡ് സം വൺ ടു മേക്ക് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ഇറ്റ്സ് തമിഴ് മാനേജർ ആൻഡ് ദെൻ വെൻ ടു മീറ്റ് ഹിം വൺ മോർണിംഗ്. അതായത് ഞങ്ങൾ ഒരാളെ വിട്ട് അവിടുത്തെ മാനേജർ ഒരു തമിഴനായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഒരു ദിവസം രാവിലെ ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോയി. ഹി ഗ്രീറ്റഡ് അസ് വാംലി ആൻഡ് ഓർഡേഡ് സൗത്ത് ഇന്ത്യൻ കോഫി ഫോർ അസ്. അദ്ദേഹം ഞങ്ങളെ നന്നായിട്ട് ഗ്രീറ്റ് ചെയ്തു, വന്നിട്ട് ഞങ്ങൾക്ക് സൗത്ത് ഇന്ത്യൻ കോഫിയൊക്കെ തന്നു. ദ മാനേജർ ഹേർഡ് ദ റീസൺ ഫോർ അവർ വിസിറ്റ് ദെൻ സെൻഡ് ഫോർ മിസ്റ്റർ തൊറാറ്റ്. അതായത് മാനേജർ ഞങ്ങളുടെ വിസിറ്റിനുള്ള ഞങ്ങളുടെ കാരണമൊക്കെ, എന്തിനാണ് വന്നതെന്നുള്ള കാരണമൊക്കെ അന്വേഷിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു മിസ്റ്റർ തൊറാറ്റിനെ വിളിപ്പിച്ചു. He turned out to be the ring master. അദ്ദേഹമാണ് അവിടുത്തെ ഒരു റിംഗ് മാസ്റ്റർ. He too was a South Indian, very well built with features somewhat like those of a Nepali. അദ്ദേഹം ഒരു സൗത്ത് ഇന്ത്യൻ തന്നെയായിരുന്നു, പക്ഷേ അയാളുടെ ഫീച്ചേഴ്സൊക്കെ കണ്ട ഒരു നേപ്പാളി ലുക്കാണ്. He was perhaps no more than 40. അദ്ദേഹത്തിന് 40 വയസ്സിൽ കൂടുതലൊന്നും ഇല്ല. He showed us an old scar on his forearm which had been caused by a tiger. അദ്ദേഹത്തിൻ്റെ ഫോറാമിലുള്ള ഒരു മുറിവ് കാണിച്ചു കൊടുത്തു. അത് മുമ്പ് എന്തോ അദ്ദേഹത്തിന് ഒരു ടൈഗർ ആക്രമിച്ചതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ടോൾഡ് ഹിം വാട്ട് വി വാണ്ടഡ്. അദ്ദേഹത്തോട് ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യം പറഞ്ഞു. ദ ഷൂട്ടിംഗ് വാസ് ടേക്കിംഗ് പ്ലേസ് നിയർ ഷിയൂറി ഇൻ ബോബൂം. അതായത് ഷിയൂരിയുടെ അടുത്തുള്ള ബോബൂമിലെ ഷിയൂരിയുടെ അടുത്തുള്ള സ്ഥലത്തായിരുന്നു ഷൂട്ടിംഗ്. വി വാണ്ടഡ് ടു ഷോ എ ടൈഗർ ഇൻ എ തിക്ക് ബാംബൂ ഗ്രോവ്. അതായത് ഞങ്ങൾക്ക് ഒരു ബാംബു എന്ന് പറഞ്ഞാൽ മുള, ഗ്രോ എന്ന് പറഞ്ഞാൽ തോപ്പ് എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ മുളങ്കാടാണ് ഉദ്ദേശിച്ചത്. ഞങ്ങൾക്കൊരു ടൈഗറിനെ ഒരു മുളങ്കാട്ടിൽ കാണിക്കണം. ഓൾ ദ ആനിമൽ വാസ് റിക്വയർഡ് ടു ഡു വാസ് കം ഔട്ട് ഓഫ് ദ ബാംബു ഗ്രോ ഇൻ ടു ആൻ ഓപ്പൺ സ്പേസ്, പേസ് ജെൻലി ഫോർ എ വൈൽ, ലുക്ക് അറ്റ് ദ ക്യാമറ ഇഫ് പോസിബിൾ ആൻഡ് ദെൻ ഗോ ബാക്ക്. അതായത് ഈ ടൈഗറിന് ആകെ ചെയ്യാനുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മുളങ്കാട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വന്ന് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് പറ്റുമെങ്കിൽ ക്യാമറയിലൊന്ന് നോക്കിയിട്ട് തിരിച്ചു പോകണം. അത്രയേ ഉള്ളൂ ഈ ടൈഗറിന് ചെയ്യാനുള്ള കാര്യം. കൂടെ ടൈഗർ ഫ്രം ഭാരത് സർക്കസ് ഡു ദിസ് ജോബ്. അതായത് ഭാരത് സർക്കസിലൊരു ടൈഗറിന് ഇത് ചെയ്യാൻ പറ്റുമോ? മിസ്റ്റർ തൊറാട്ട് നോഡഡ്. ഹൗ ലോങ് വിൽ യു നീഡ് ഇറ്റ് ഫോർ? അപ്പോൾ തൊറാട്ട് എന്താ പറഞ്ഞത്? ശരി, തലയാട്ടി. അപ്പോൾ നിങ്ങൾക്ക് എത്ര നേരത്തേക്ക് വേണം ഇതിനെന്ന് ചോദിച്ചു. ആസ്ക് ദ മാനേജർ ചോദിച്ചു. പെർഹാപ്സ് എ കപ്പിൾ ഓഫ് അവേഴ്സ് ഫോർ ദ ഷൂട്ടിംഗ്. ഒരു 2 മണിക്കൂറൊക്കെ മതിയാവും ഷൂട്ടിങ്ങിന്, ഐ റിപ്ലൈഡ്. ഞാൻ പറഞ്ഞു. ബട്ട് ദാറ്റ് വുഡ് ബി ഇൻ അഡീഷൻ ടു ദ ടൈം ഇറ്റ് വിൽ ടേക്ക് ടു ട്രാവൽ ടു ആൻഡ് ഫ്രം ഷിയൂറി. പക്ഷേ ഇവിടുന്ന് ഷിയൂറിയിലേക്ക് ട്രാവൽ പോയി വരാനുള്ള സമയം കൂടി കൂട്ടി അത് വേറെ സമയം വേണം. ഇതിന് ഷൂട്ട് ചെയ്യാൻ ഏകദേശം 2 മണിക്കൂറൊക്കെ വേണ്ടി വരും എന്ന് പറഞ്ഞു. ഓൺ ബീങ് ടോൾഡ് ദാറ്റ് the travel itself should take no more than 2 days, the manager agreed to put the tiger in its cage and send it in a lorry. എന്തായാലും ഈ ട്രാവലും 2 ദിവസത്തിൽ കൂടുതലൊന്നും യാത്ര ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ മാനേജർ എന്ത് ചെയ്തു, ടൈഗറിനെ ഒരു കേജിലൊക്കെ ആക്കി ഒരു ലോറിയിൽ കയറ്റി വിട്ടു. ഹി ഇൻവൈറ്റഡ് അസ് ടു ടേക്ക് എ ലുക്ക് അറ്റ് ദ ടൈഗർ. അദ്ദേഹം ഞങ്ങളെ ഈ ടൈഗറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു. You think it's going to be easy to set the animal free in the bamboo grove? I couldn't help asking. അതായത് ഈ ബാംബു ഗ്രോവിൽ, അതായത് ഈ മുളങ്കാട്ടിൽ ഈ ആനിമലിനെ നമുക്ക് ഫ്രീ ആയിട്ട് വിടാൻ പറ്റുമെന്ന് എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റിയില്ല എന്ന് അദ്ദേഹം അങ്ങനെ ചോദിച്ചു. മിസ്റ്റർ തൊറാറ്റ് ഫ്രൗണ്ട്. ഐ എം നോട്ട് ഷുവർ, ഹി റിപ്ലൈഡ്. അതായത് അത് കേട്ടപ്പോൾ മിസ്റ്റർ തൊറാറ്റിന് എന്താ ഫ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നെറ്റി ചുളിക്കുക, കോപം കാണിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ ഐ എം നോട്ട് ഷുവർ, എനിക്കതൊന്നും ഉറപ്പില്ല എന്ന് ആര് പറഞ്ഞു? Mr. Thorat. I have never let him out of his cage on his own, so really I don't know. ഞാൻ ഒരിക്കലും അതിൻ്റെ കേജിൽ നിന്ന് പുറത്ത് വിട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് സത്യമായിട്ടും അതെങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. വാട്ട് വെർ ഓൾ അവർ പ്ലാൻസ് ഗോയിങ് ടു ഗോ ഡൗൺ ദ ഡ്രെയിൻ. അതായത് നമ്മുടെ പ്ലാനൊക്കെ വെള്ളത്തിലാവാൻ പോവാണോ എന്ന് ചോദിക്കുകയാണ്. ഹൗ കുഡ് വി ലെറ്റ് ദ ടൈഗേഴ്സ് ട്രെയിനർ ബി സീൻ വിത്ത് ദ ആനിമൽ.
അതായത് നമ്മൾ എന്തായാലും ഇതിനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ട്രെയിനറിനെ ഒന്നും ഇതിൻ്റെ കൂടെ കാണിക്കാൻ പറ്റില്ലല്ലോ. ഹൗ കുഡ് ഗൂപ്പി ആൻഡ് ബാഗ ബി പെട്രിഫൈഡ് വിത്ത് ഫിയർ ഇഫ് ദ സപ്പോസഡ്ലി ഫെറോഷ്യസ് ആനിമൽ വാസ് അക്കമ്പനീഡ് ബൈ എ മാൻ? അതായത് ഈ ഗൂപ്പിയും ഭാഗ്യം എന്താവില്ല, പെട്രിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, കല്ല് പോലെ ആവുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അതായത് പേടിച്ച് കല്ല് പോലെ ആയി എന്നൊക്കെ പറയൂലേ, മരവിച്ച അവസ്ഥ. അങ്ങനെ ഈ ഗൂപ്പിയും ഭാഗ്യമൊക്കെ അങ്ങനത്തെ അവസ്ഥയിലാവും. ഈ ഫെറോഷ്യസ് അനിമലിൻ്റെ കൂടെ ഒരാളെയും കൂടി കണ്ടു കഴിഞ്ഞാൽ അവർക്കുള്ള പേടിയൊക്കെ പോവില്ലേ. അപ്പോൾ അങ്ങനെ അവസ്ഥയിലൊന്നും ആവില്ലല്ലോ. നോ, വി കുഡ് നോട്ട് അലൗ ദാറ്റ് ടു ഹാപ്പൻ. എന്തായാലും അത് നടക്കാൻ പാടില്ല, ഞങ്ങൾ അതൊന്നും അനുവദിക്കില്ല. എൻ്റെ കൂടെ ട്രെയിനറിനെ ഒന്നും നിർത്താനൊന്നും പറ്റില്ല. മിസ്റ്റർ തൊറാട്ട് ഫൗണ്ട് എ സൊല്യൂഷൻ. അദ്ദേഹം ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി. ഐ വിൽ ടൈ എ വയർ അറൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്. ഇറ്റ് വിൽ ബി തിൻ ബട്ട് സ്ട്രോങ്. ഞാനൊരു പണിയാണ്, ഈ ടൈഗറിൻ്റെ നെക്കിൽ ഒരു തിന്നായിട്ടുള്ളൊരു വയർ എന്ത് ചെയ്യാം, ചുറ്റാം എന്ന് പറയാം. പക്ഷെ നല്ല സ്ട്രോങ് ആയിരിക്കും തിന്നാണെങ്കിലും. അത് നമുക്കൊന്ന് ചുറ്റി വെക്കാം എന്ന് പറഞ്ഞു. ഇഫ് ദ വയർ വാസ് തിൻ ഇനഫ് പെർഹാപ്സ് ഇറ്റ് വുഡ് റിമെയിൻ ഇൻവിസിബിൾ ടു ദ ക്യാമറ. ഈ വയർ നല്ല തിന്നാണെങ്കിൽ എന്താവും, ക്യാമറയിൽ ഇതൊന്നും കാണൂല. But it was likely that the hair on the tiger's neck would be flattened by the wire, which would give the whole thing away. പക്ഷേ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ വയറ് ഇരിക്കുന്ന കഴുത്തിലെ ഭാഗമില്ലേ, അവിടുത്തെ ഹെയറൊക്കെ ഉണ്ടല്ലോ ഈ ടൈഗറിൻ്റെ, അതൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ പരന്നു പോവില്ലേ. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പം മൊത്തം നശിച്ചു പോകും. ഇപ്പോൾ ഈ സീൻ മൊത്തം നശിച്ച പോലെയാവും ഇതിങ്ങനെ ഷൂട്ട് ചെയ്താൽ. വാട്ട് ഇഫ് യു ഫൗണ്ട് എ കോളർ മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ, ഫിക്സ് ദ വയർ ടു ദിസ് കോളർ ആൻഡ് ദെൻ ടൈഡ് ഇറ്റ് അറൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്, ഐ സെഡ്. നമുക്കെന്താ ഒരു പണി ചെയ്താലോ, ഈ ടൈഗറിൻ്റെ സ്കിന്നും കൊണ്ടുള്ളൊരു കോളർ ഉണ്ടാക്കാം. എന്നിട്ട് അത് ഈ വയറിൽ ഫിക്സ് ചെയ്യാം. എങ്ങനെയുണ്ട് ഈ ഐഡിയ എന്നുള്ളത് അദ്ദേഹം ചോദിച്ചു. ഇൻ എ വില്ലേജ് കോൾഡ് നോദൂൺ ഗ്രാം വി ഫൗണ്ട് എ സ്യൂട്ടബിൾ ബാംബു ഗ്രോവ് ടു ഫിലിം ദ ഫസ്റ്റ് മീറ്റിംഗ് ബിറ്റ്വീൻ ഗൂപ്പി ആൻഡ് ബാഗ ആൻഡ് ദ അപ്പിയറൻസ് ഓഫ് ദ ടൈഗർ. അതായത് നോദൂൺ ഗ്രാം എന്ന് പറഞ്ഞ ഒരു വില്ലേജിലാണ് ഈ ബാംബു ഗ്രോവിലാണ് ഫസ്റ്റ് മീറ്റിംഗ്, ഗൂപ്പിയും ബാഗയും ഈ ടൈഗറും തമ്മിലുള്ള ഫസ്റ്റ് മീറ്റിംഗ് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. മിസ്റ്റർ തൊറാട്ട് റീച്ച് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് ദ ടൈഗർ. അദ്ദേഹം എവിടെ വന്നു, ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി ടൈഗറിൻ്റെ ഒപ്പം. ദർ വെർ അബൌട്ട് 25 പീപ്പിൾ ഇൻ ദ ലൊക്കേഷൻ. ഏകദേശം 25 ആളുകളുണ്ടായി ഈ ലൊക്കേഷനിൽ. എ ഫ്യൂ ലോക്കൽ പീപ്പിൾ ടുക്ക് അവർ പെർമിഷൻ ടു ഗോ വിത്ത് അസ് ടു വാച്ച് ഹൗ വി ടാക്കിൾ ദ ടൈഗർ. കുറച്ച് ലോക്കൽ ആൾക്കാരുണ്ടായി, അവർ ഞങ്ങളുടെ പെർമിഷനൊക്കെ എടുത്തു. ഇത് എങ്ങനെ ഞങ്ങൾ ഈ ടൈഗറിനെ മാനേജ് ചെയ്യുമെന്ന് കാണാനായിട്ടുള്ള ഒരു പെർമിഷനൊക്കെ എടുത്ത് അവരും വന്നു. ദ കേജ് ഓൺ ദ ലോറി വാസ് കവേർഡ്. ഈ ലോറിയിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ, ഒരു കേജിലാക്കി. ആ കേജ് എന്ത് ചെയ്തേക്കാം, കവർ ചെയ്തിരിക്കുകയായിരുന്നു. വെൻ ദ കവർ വാസ് റിമൂവ്ഡ് വി വെർ സർപ്രൈസ്ഡ് ടു സീ നോട്ട് 1 but 2 വെൽ ഫെഡ് ആൻഡ് റോബസ്റ്റ് ടൈഗേഴ്സ്. കവർ നീക്കി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ 2 ടൈഗറിനെ കണ്ടു. റോബസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയുള്ള, നല്ല ആരോഗ്യമുള്ള 2 ടൈഗേഴ്സിനെയാണ് ഞങ്ങൾ അവിടെ കണ്ടപ്പോൾ ഞങ്ങൾ സർപ്രൈസ്ഡ് ആയെന്ന് പറയാം. I decided to play it safe, Mr. Thorat explained. If one doesn't get it right, we can use the other. അതായത് ഈ മിസ്റ്റർ തൊറാട്ട് പറഞ്ഞു, ഞാൻ എന്തായാലും എല്ലാം മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ 2 എണ്ണത്തിനെ കൊണ്ടുവന്നത്. അതായത് ഒരെണ്ണെങ്ങാനും ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മറ്റേതെങ്ങാനും ചെയ്താലോ നന്നായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് 2നെയും കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. വി മൗണ്ടഡ് ദ ക്യാമറ ഓൺ ഇറ്റ്സ് ട്രൈപോഡ് ആൻഡ് പ്ലേസ്ഡ് ഇറ്റ് സോ ദാറ്റ് ഇറ്റ് ഫേസ് ദ ബാംബു ഗ്രോ. ഞങ്ങൾ ക്യാമറ ട്രൈപോഡിലൊക്കെ വെച്ച് നേരെ ബാംബു ഗ്രോവിൻ്റെ നേരെ കൊണ്ടുവന്ന് വെച്ചു. ദ ഓഡിയൻസ് വാസ് ഇൻസ്ട്രക്റ്റഡ് ടു ഗെറ്റ് ബിഹൈൻഡ് ദ ക്യാമറ ആൻഡ് ടു സ്റ്റാൻഡ് ആസ് ഫാർ ബാക്ക് ആസ് പോസിബിൾ. അതായത് ഓഡിയൻസിനോട് പറഞ്ഞു, നിങ്ങൾ ക്യാമറയുടെ ബാക്കിൽ നിന്നാൽ പരമാവധി നീങ്ങി നിൽക്കണമെന്ന് പറഞ്ഞു. ക്യാമറയുടെ ബാക്കിലേക്ക് അവിടുന്ന് പരമാവധി ഇത്തിരി ദൂരത്തേക്ക് നിൽക്കണമെന്ന് പറഞ്ഞു. വി ഹാഡ് ടു സ്റ്റേ റിലേറ്റീവ്ലി ക്ലോസ് ടു ദ ബാംബു ഗ്രോ. ഞങ്ങൾക്ക് ഈ ബാംബു ഗ്രോവിൻ്റെ അടുത്ത് തന്നെ നിൽക്കണമായിരുന്നു ഇത് ഷൂട്ട് ചെയ്യണമെങ്കിൽ. ആൻഡ് ഗൂപ്പി ആൻഡ് ബാഗ ടു ഹാഡ് ടു ബി വിത്തിൻ യാർഡ്സ് ഓഫ് ദ ക്യാമറ ഫോർ ഇറ്റ് വാസ് നെസസറി ടു ഹാവ് അറ്റ്ലീസ്റ്റ് 1 ഷോട്ട് ദാറ്റ് ഷോഡ് ദം ടുഗെദർ വിത്ത് ദ ടൈഗർ. അതായത് ഈ ഗൂപ്പിയും ഭാഗയ്ക്കും എവിടെ തന്നെ നിൽക്കണമായിരുന്നു, ഈ മുളങ്കാടിനോട് ചേർന്ന് തന്നെ. പിന്നെ ഒരു സീനിൽ എന്ത് വേണം, ഒരു സീനിലെങ്കിലും ഒരു ഷോട്ടിലെങ്കിലും എന്ത് വേണം, ഈ ഇതിൽ ഈ ഗൂപ്പിയും ഭാഗ്യയും ടൈഗറും കൂടിയും ഒരുമിച്ച് വരുന്ന ഒരു സീനെങ്കിലും കിട്ടണം. മിസ്റ്റർ തൊറാട്ട്സ് മെൻ ഹാഡ് ഫിക്സ്ഡ് എ 5-foot iron rod to the ground about 30 feet from the area where the tiger was supposed to take a walk. മിസ്റ്റർ തൊറാട്ടിൻ്റെ കൂടെയുള്ള ആളുകൾ എന്ത് ചെയ്തു, ഒരു 5 ഫൂട്ടുള്ള ഒരു അയൺ റോഡ്, അതായത് ഇരുമ്പ് കമ്പി ഗ്രൗണ്ടിൽ പിടിപ്പിച്ചു. അബൌട്ട് 30 feet ഫ്രം ദ ഏരിയ വേർ ദ ടൈഗർ വാസ് സപ്പോസ് ടു ടേക്ക് എ വാക്ക്. അതായത് അവിടെ ഏകദേശം 30 അടി അകലെയായിട്ട് ഈ ടൈഗർ നടക്കേണ്ട ആ സ്ഥലമല്ലേ, അവിടെ നിന്ന് 30 അടി അകലെയായിട്ട് ഒരു 5 അടി നീളമുള്ളൊരു കമ്പി
അയൺ റോഡ് പിടിപ്പിച്ചു. ദേ ടുക്ക് എ തിൻ ലോങ് വയർ ആൻഡ് ഫിക്സ്ഡ് വൺ എൻഡ് ടു ദ കോളർ മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ ദാറ്റ് ദ ടൈഗർ വാസ് ഓൾറെഡി വെയറിങ്. അവരെന്ത് ചെയ്തു, ഒരു തിന്നായിട്ടുള്ള നല്ല തിന്നും നീളമുള്ളൊരു വയറെടുത്തു. എന്നിട്ട് ആ വയർ ഫിക്സ്ഡ് വൺ എൻഡ് ഓൺ ദ കോളർ മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ. ആ ടൈഗർ സ്കിൻ കൊണ്ട് ഉണ്ടാക്കിയ കോളറില്ലേ അതിൽ പിടിപ്പിച്ചു. ദാറ്റ് ദ ടൈഗർ വാസ് ഓൾറെഡി വെയറിങ്. അതായത് ഈ ടൈഗർ ഇട്ടേക്കണ ആ കോളറില്ലേ ടൈഗർ സ്കിൻ കൊണ്ടുള്ള അതിൽ ഈ വയർ പിടിപ്പിച്ചു. ദ അതർ എൻഡ് വാസ് ടൈഡ് ഫേംലി ടു ദ വിസിബിൾ പോർഷൻ ഓഫ് ദ അയൺ റോഡ്. എന്നിട്ട് മറ്റേ എൻഡ് എന്ത് ചെയ്തു, ഇതിൻ്റെ അയൺ റോഡിൻ്റെ വിസിബിൾ പോർഷനിലും പിടിപ്പിച്ചു. The door of one of the cages was unfastened and Mr. Thorat called out to the tiger. അതായത് ഇതിൽ ഒരു കേജിൻ്റെ ഡോറൊക്കെ തുറന്നിട്ട് മിസ്റ്റർ തൊറാട്ട് എന്ത് ചെയ്ത് ടൈഗറിനെ വിളിച്ചു. ഇറ്റ് റെസ്പോണ്ടഡ് ഓൾമോസ്റ്റ് അറ്റ് വൺസ് ആൻഡ് സ്പ്രാങ് ഔട്ട് ഓഫ് ഇറ്റ്സ് കേജ് ടു ലാൻഡ് ഓൺ ദ ഓപ്പൺ സ്പേസ് ഔട്ട്സൈഡ്. അതെന്ത് ചെയ്തു, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തിട്ട് അതിൻ്റെ കേജിൽ നിന്ന് വേഗം അതിൻ്റെ ഫ്രണ്ടിലുള്ള ഓപ്പൺ സ്പേസിലേക്ക് ചാടി. വാട്ട് ഫോളോഡ് വാസ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. പിന്നെ നടന്നതെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. വൺ ലുക്ക് അറ്റ് മിസ്റ്റർ തൊറാട്ട്സ് സ്റ്റാർട്ടിൽഡ് ആൻഡ് ഹെൽപ്ലെസ് ഫേസ് ടോൾഡ് us ദാറ്റ് ഹി വാസ് as taken aback as the rest of us. അതായത് മിസ്റ്റർ തൊറാട്ടിൻ്റെ അപ്പോഴത്തെ ഫേസ് കണ്ടാൽ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ പേടിച്ച പോലെ തന്നെ അദ്ദേഹവും പേടിച്ചിട്ടുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് സെഡേറ്റ്ലി ഇൻ എ ഡിഗ്നിഫൈഡ് മാനർ ദ ടൈഗർ സ്റ്റാർട്ടഡ് പ്രാൻസിങ് അറൗണ്ട് വിത്ത് ട്രമെൻഡസ് ഇൻത്യൂസിയാസം. അതായത് സെഡേറ്റ്ലി എന്ന് പറഞ്ഞാൽ ശാന്തമായിട്ട് നടക്കാനുള്ള ഒരു സീനായിരുന്നത്. അതിന് പകരം ഈ ടൈഗർ എങ്ങനെയാണ് നടന്നത്, സ്റ്റാർട്ടഡ് പ്രാൻസിങ്, ചാടി നടക്കാൻ തുടങ്ങി. It leapt, it jumped, it rolled about, dragging its poor trainer who was desperately clutching the wire tied to the tiger's collar in a futile attempt to bring it under control. അതായത് ഈ ടൈഗറിനെ എന്ത് ചെയ്തേക്കാം, ഈ ട്രെയിനർ ഇതിൻ്റെ കോളറിലുള്ള വയറിൽ പിടിച്ച് ടൈ ചെയ്തിട്ടുള്ളൊരു വയറിൽ അതിൽ പിടിച്ച് ഇതിനെ കൺട്രോൾ ചെയ്യാൻ നോക്കുകയാണ്. പക്ഷേ ഈ ടൈഗർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ചാടി മറിഞ്ഞ് പിന്നെ അവിടുന്ന് ഉരുണ്ടൊക്കെ നടക്കുകയാണ്. We stood around foolishly, watching a new and strange kind of circus which we were getting to see for free. ഞങ്ങൾ എന്ത് ചെയ്തു, മണ്ടന്മാരെ പോലെ അവിടെ അത് നോക്കിയിരുന്നത് എങ്ങനെയാണ്, അതായത് പുതിയൊരു തരം സർക്കസ് നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ കിട്ടിയല്ലോ, നമ്മളത് കണ്ടപ്പോൾ അങ്ങനെ നോക്കിയിരുന്നു. ദ ക്യാമറ വാസ് സ്റ്റിൽ സ്റ്റാൻഡിങ് ഓൺ ഇറ്റ്സ് 3 legs. അതായത് ക്യാമറ ഇപ്പോഴും അവിടെ തന്നെ ട്രൈപോഡിൽ ഇരിക്കുകയായിരുന്നു. സ്റ്റാർട്ടിങ് ഇൻ ടു ദ വുഡ്സ്, സ്റ്റെയറിങ് ഇൻ ടു ദ വുഡ്സ്. അതായത് അത് വുഡ്സിലേക്ക് തന്നെ, അതായത് ആ മുളങ്കാട്ടിലേക്ക് തന്നെ തിരിഞ്ഞ് ക്യാമറ അവിടെ ഇരിക്കുന്നു. ബട്ട് ദ ടൈഗർ വാസ് ഷോയിങ് നോ സൈൻ ഓഫ് മേക്കിംഗ് ഇറ്റ്സ് വേ ദെയർ. പക്ഷേ ടൈഗർ എന്ത് ചെയ്തില്ല, അതിൻ്റെ നേരിട്ടൊന്നും ആ കാട്ടിലേക്കോ ആ ഭാഗത്തേക്കേ പോയില്ല. Once the tiger had calmed down, we managed to take the few shots we needed. അതായത് ഈ ടൈഗർ ശാന്തമായി കഴിയുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് ഷോട്ട്സൊക്കെ എടുത്തു. This should have been the end of the story. ഇതായിരുന്നതിന് ശരിക്കും ആ സ്റ്റോറിയുടെ കഥയുടെ അവസാന ഭാഗം. But when we returned to Calcutta and looked at the scenes with the tiger, we realized that the camera had failed to work properly. പക്ഷെ ഞങ്ങൾ കൽക്കത്തയിൽ തിരിച്ചെത്തി ഈ സീനൊക്കെ നോക്കിയപ്പോൾ എന്താ മനസ്സിലായത്, ക്യാമറ ശരിക്കൊന്നും വർക്ക് ചെയ്തിട്ടില്ല. ദ ഷോട്ട്സ് വെർ ടു ഡാർക്ക്. ഈ ഷോട്ട്സൊക്കെ എന്താ ഭയങ്കര ഡാർക്കായിട്ടിരിക്കുകയാണ് ഈ സീനൊക്കെ. സോ മച്ച് സോ ദാറ്റ് ദ ടൈഗർ വാസ് മെർജിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി വിത്ത് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ട്രീസ് ആൻഡ് ലീവ്സ്. അതായത് ഈ ടൈഗർ ചില ഷോട്ടിലൊക്കെ എന്ത് ചെയ്തേക്കാണ്, ഈ ബാക്ക്ഗ്രൗണ്ട് ട്രീസിൻ്റെ ലീവ്സിൻ്റെ ഇതിലൊക്കെ മേർജായി പോയേക്കാണ്. വി ഹാഡ് ടു ഷൂട്ട് ദ സീൻസ് ഓൾ ഓവർ അഗെയിൻ. ഞങ്ങൾക്ക് എന്തായാലും ഈ സീൻ പിന്നെയും വേറെ എടുക്കേണ്ടി വരും. വി സ്പോക്ക് ടു മിസ്റ്റർ തൊറാട്ട് ആൻഡ് ഹി അഗ്രീഡ് ടു ഗിവ് ഇറ്റ് അനദർ ഗോ. ഞങ്ങൾ അത് മിസ്റ്റർ തൊറാട്ടിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്തായാലും അതിനോട് സമ്മതിച്ചു. വി ഫൗണ്ട് അനദർ ബാംബൂ ഗ്രോ ക്ലോസർ ടു കൽക്കത്ത ഇൻ എ വില്ലേജ് കോഡ് ബോറൽ. അതായത് കൽക്കത്തയിലെ ബോറൽ എന്ന് പറഞ്ഞൊരു വില്ലേജിൽ ഞങ്ങൾ വേറൊരു മുളങ്കാട് കണ്ടെത്തി. ദ ലോറി അറൈവ്ഡ് വൺസ് മോർ വിത്ത് മിസ്റ്റർ തൊറാട്ട്, ദ ടൈഗർ, ദ സ്റ്റീൽ വയർ, ദ സ്പെഷ്യൽ കോളർ ആൻഡ് ദ അയൺ റോഡ്. അതായത് വീണ്ടും ആ ലോറി എത്തി. എന്തൊക്കെ ഉണ്ടായിരുന്നു, മിസ്റ്റർ തൊറാട്ടും ആ ടൈഗറും ആ സ്റ്റീൽ വയറും സ്പെഷ്യൽ കോളറും ആ അയൺ റോഡൊക്കെ ആയിട്ട് വീണ്ടും ആ ലോറി അവിടെ വന്നു. ആൻഡ് വിത്ത് ദ ലോറി കെയിം ദ ഹോൾ വില്ലേജ്. ആ ലോറി വന്നപ്പോൾ എന്തോ പറ്റി, അവിടെയുള്ള ആ വില്ലേജിലുള്ള എല്ലാവരും വന്നു. ആ ഗ്രാമം മൊത്തം വന്നു എന്ന് പറയുന്നത്. അതായത് അത്ര കണക്കിന് ആൾക്കാരായിരുന്നു. ആദ്യം 25 ആളെ ഉണ്ടായുള്ളൂ, ഇപ്പം ഒരുപാട് ആൾക്കാർ വന്നു. വി ടോൾഡ് ദ വില്ലേജേഴ്സ് ദാറ്റ് ദേ ഷുഡ് സ്റ്റാൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 70 feet. ഞങ്ങൾ ആ ഗ്രാമീണരോട് എന്ത് പറഞ്ഞു, നിങ്ങൾ 70 അടി അകലേക്ക് നിൽക്കണമെന്ന് പറഞ്ഞു. നോ വൺ പെയ്ഡ് എനി അറ്റൻഷൻ ടു വാട്ട് ദേ വെയർ ടോൾഡ്. ആരും ശ്രദ്ധിച്ചില്ല, ഞങ്ങൾ പറഞ്ഞത് ആരും വകവച്ചില്ല. ദ എൻറ്റയർ ക്രൗഡ് മൂവ്ഡ് as close to the camera as they could.
അവരെല്ലാവരും എന്ത് ചെയ്തു, ക്യാമറയുടെ തൊട്ടടുത്ത് വരെ നിന്നു, പരമാവധി ക്യാമറയുടെ അടുത്തേക്ക് തന്നെ നിന്നത്. വി കുഡ് നോട്ട് അഫോർഡ് ടു വേസ്റ്റ് എനി മോർ ടൈം എക്സ്പ്ലെയിനിങ് ആൻഡ് ആർഗ്യൂയിങ്. അതായത് അവരുടെ അടുത്ത് ഇതൊക്കെ വിശദീകരിച്ചോ അവരുടെ അടുത്ത് തർക്കിച്ചൊന്നും സമയം കളയാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. സോ വി ഗോട്ട് ദ ക്യാമറ റെഡി ആൻഡ് സിഗ്നൽ ടു മിസ്റ്റർ ത്രോട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്യാമറയൊക്കെ റെഡിയായിട്ട് മിസ്റ്റർ ത്രോട്ടിനോട് പറഞ്ഞു. ഓപ്പൺ ദ ഡോർ ഓഫ് ദ കേജ്. അദ്ദേഹം ഈ കേജിൻ്റെ ഡോറ് തുറന്നു. ദ ഇൻസ്റ്റൻറ്റ് ദ ഡോർ ഓപ്പൺ വിത്ത് എ ക്ലാങ് ആ ടൈഗർ എമേർജ് വിത്ത് എ ലൗഡ് റോർ ആൻഡ് ചാർജ് സ്ട്രെയിറ്റ് അറ്റ് ദ വില്ലേജേഴ്സ് ഗാദേർഡ് ബിഹൈൻഡ് ദ ക്യാമറ. അപ്പോൾ ഈ ഡോറ് ഒരു ശബ്ദം, ഒരു കരകര ശബ്ദമാണ് ക്ലാങ് എന്ന് പറയുന്നത്. കിലുക്കം, കരകര ശബ്ദം. ഈ തകിടിൻ്റെ ഡോറൊക്കെ ഇല്ലേ, അത് തുറക്കുമ്പോൾ ഒരു ഒച്ചയേക്കൂലേ, അങ്ങനത്തെ ഒരു ഒച്ചയിലാണ് ഈ ഡോറ് തുറന്നത്. ആ സമയത്ത് തന്നെ ആ ഒച്ച കേട്ടോടുകൂടി തന്നെ ഈ ടൈഗർ എന്ത് ചെയ്തു, ഭയങ്കര ഒച്ചത്തിൽ റോർ ചെയ്തു, സൗണ്ട് ഉണ്ടാക്കി. ആൻഡ് ചാർജ് സ്ട്രെയിറ്റ് അറ്റ് ദ വില്ലേജസ് ഗ്യാദേർഡ് ബിഹൈൻഡ് ദ ക്യാമറ. നേരെ ആരുടെ ഫ്രണ്ടിലേക്ക് നിന്നു, ഈ ക്യാമറയുടെ ബാക്കിൽ കുറേ ആൾക്കാർ നിൽക്കണ്ടായില്ലേ, നാട്ടുകാർ, അവരുടെ നേരെ ചെന്നു. ദ ക്രൗഡ് കൺസിസ്റ്റിംഗ് ഓഫ് അബൌട്ട് 150 പീപ്പിൾ മെൽറ്റഡ് അവേ ആസ് ഇഫ് ബൈ മാജിക്. ഈ കൂട്ടത്തിൽ ഏകദേശം 150 ആൾക്കാരുണ്ടായി. പെട്ടെന്ന് അവരൊക്കെ എന്താ ഒരു മായാജാലം പോലെ എങ്ങോട്ടോ മാഞ്ഞു പോയിരുന്നു. അതായത് എല്ലാവരും പേടിച്ച് സ്ഥലം വിട്ടു. ആഫ്റ്റർ ദാറ്റ് ഗ്രേറ്റ് ബേസ്റ്റ് ഓഫ് എനർജി ദ ടൈഗർ കാം ഡൗൺ വെരി ക്വിക്ക്ലി. അത്ര എനർജി ഭയങ്കര അത് റോർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ എനർജിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അതെന്ത് ചെയ്ത് ഭയങ്കര കാമായി, ഭയങ്കര ശാന്തനായി. ലൈക്ക് എൻ ഒബീഡിയൻറ്റ് ചൈൽഡ് ഇറ്റ് വാക്ക്ഡ് ഓവർ ടു ദ സ്പോട്ട് വി ഹാഡ് ചോസൻ. എന്തൊരു നല്ല അനുസരണ ഉള്ള ഒരു കുട്ടിയെ പോലെ എന്ത് ചെയ്തു, ഇത് പതിയെ ഞങ്ങൾ തിരഞ്ഞെടുത്ത ആ സ്പോട്ടിലെത്തി. പേസ്ഡ് അബൌട്ട് ക്വയറ്റ്ലി ആസ് ഇറ്റ് വാസ് റിക്വയർഡ്. അതായത് നമുക്ക് വേണ്ട പോലെ തന്നെ ഇത് പതിയെ ഒന്ന് നടന്നു. ആൻഡ് ദെൻ ആംബിൾ ബാക്ക് ടു ഇറ്റ്സ് ട്രെയിനർ. ആംബിൾ എന്ന് പറഞ്ഞാൽ വന്ന് നടക്കുക എന്നുള്ളത്. അതായത് ഇതിൻ്റെ ട്രെയിനറിൻ്റെ അടുത്തേക്ക് പിന്നെ തിരിച്ചു നടന്നു. ഈവൻ ദ ക്യാമറ ബിഹേവ്ഡ് ദിസ് ടൈം വിച്ച് വി റിയലൈസ് 2 days later when we returned to Calcutta and saw the scenes we had shot. അതായത് ആ സമയത്ത് എന്ത് ചെയ്തു, ക്യാമറ നന്നായിട്ട് വർക്ക് ചെയ്തു. അത് ഞങ്ങൾ റിയലൈസ് ചെയ്ത് മനസ്സിലാക്കിയത് 2 ദിവസത്തിന് ശേഷമാണ്. കാരണം ഞങ്ങൾ അവിടുന്ന് തിരിച്ച് കൽക്കത്തയിൽ നിന്ന് വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ സീനൊക്കെ നോക്കിയത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ക്യാമറ ഇത്തവണ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പ്രൊജക്റ്റ് ടൈഗർ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പാണ് എങ്ങനെയാണ് ഈ ടൈഗറിനെ വെച്ച് ഒരു ഫിലിം ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന എക്സ്പീരിയൻസൊക്കെ അദ്ദേഹം ഇതിലൂടെ നമ്മളോട് പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. താങ്ക്